ഷുക്കൂർക്ക എന്താ കഴിക്കണ്ടേ? ദോശ കഴിക്കല്ലേ? ഇവിടത്തേക്ക് ദോശയ്ക്ക് എന്ത് ടേസ്റ്റാണ് സാർ? ഇതൊക്കെ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ദോശയുടെ ടേസ്റ്റ് അത് ഇവിടെ കിട്ടത്തില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? നാട്ടിലത്തെ അതേ ടേസ്റ്റോട് കൂടിയുള്ള ദോശ കഴിക്കണം അല്ലേ? അതേ ഫീലിങ്ങോട് കൂടി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള ദോശക്കട ദമാമിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാലോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ട്. ഇന്നത്തെ ഭക്ഷണം നമുക്ക് അവിടെ നിന്നാകാം. നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാം. എൻ്റെ കൂടെ പോരും. സൗദിയിലെ ദമാമിലുള്ള ഉസ്താദ് ദോശ ഹബിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നല്ലേ? വൈവിധ്യമാർന്ന രുചികളിൽ എണ്ണിയാൽ തീരാത്തത്ര രുചിക്കൂട്ടുകളുള്ള, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പേരുകളുള്ള വെറൈറ്റി ദോശകളടക്കം ഇവിടെയുണ്ട്. ഇതിനു പുറമെ എല്ലാ വീക്കെൻഡിലും വ്യത്യസ്തമായ പേരുകളിൽ വ്യത്യസ്തമായ ദോശകളും ഇവിടെ നൽകുന്നുണ്ട്. ദോശ മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്. രാവിലത്തെ നാസ്തക്കുള്ള വിവിധ പല ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഈവനിങ് സ്നാക്സ്, ചട്ടിപ്പത്തിരി, ഉണ്ണിയപ്പം, അങ്ങനെയുള്ള ഐറ്റംസുകളും ഒരുപാട് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ദമ്മ് ചായ, കുലുക്കി സർബത്ത്, നറുകണ്ടി സർബത്ത്, അങ്ങനെ പോകുന്ന ഒരു ലിസ്റ്റ് എൻ്റെ ഡ്രിങ്ക്സിലുണ്ട് ഇവിടെ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ബോംബെ കില്ലാടി എന്ന് പറയുന്നത് സ്പെഷ്യൽ ദോശയാണ്. ഇവരിപ്പോൾ ആദ്യമായിട്ട് തുടങ്ങിയേക്കാണ്. ഇതെന്ന് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പുതിയൊരു വിഭവമാണ്. ഇതിന്റെ പേര് ബോംബെ കില്ലാടി. ഇത് നോക്കി, ഇതിന്റെ മുകളിൽ നമ്മൾക്കൊരു സംഭവം ഇടാണ്ട് ഇതിന്റെ ബാക്കി ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ ഇട്ട് കൊടുത്തത്. ഇത് ബോംബെ കില്ലാടി എന്നാണ്. ഇന്ന് പോലെ ഇപ്പൊ എല്ലാ ദിവസവും സ്പെഷ്യൽ ഐറ്റംസ് കൂടെ ഓപ്പൺ ആക്കിയാണ്. ടേസ്റ്റ് നോക്കാം എങ്ങനെയാണെന്ന് അറിയാം. ഒരുപാട് ഐറ്റംസ് ഇട്ടിട്ട് മസാല ഇട്ടിട്ടുള്ള ലാസ്റ്റ് ഇട്ടത് സവാള പൊരിച്ചിട്ട് രസമുണ്ട്. ചട്നിയിലൊക്കെ മുക്കിയിട്ട് നമ്മൾ 3-4 തരം ചട്നി ഉണ്ട്. ടേസ്റ്റ് നോക്കാം. വല്ലാത്ത ടേസ്റ്റ്, അസാധ്യം, സൂപ്പർ. ദോശകൾ പല ഐറ്റംസും വരുന്നുണ്ട്. ഇപ്പൊ വേറെ സംഭവം കില്ലാടി. ടേസ്റ്റ് നോക്കണം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു സാധനം ദമ്മ് ചായ. ഒരു വല്ലാത്ത ടേസ്റ്റാണ്, നല്ല രസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് കുടിച്ചിട്ട് പോയതാണ്, ഇപ്പൊ വന്നപ്പോഴും അതേ ടേസ്റ്റ്. സൂപ്പർ സാധനം. ദമ്മ് എന്ന് പറഞ്ഞാൽ ഇതാണ് ദം. വല്ലാത്തൊരു നഷ്ടം. അടിപൊളി ചായ. വെറുതെ ഒരു ഷോപ്പിന് വേണ്ടി പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ സെക്ഷനിലും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വേസ്റ്റ് ആവൂല. വന്നു കഴിഞ്ഞാല് വെറുത്താണ്. പിന്നെ ഞാൻ റെഗുലർ കസ്റ്റമറാണ്. ഇത് മാത്രമല്ല സ്നാക്സ് എല്ലാം, പിന്നെ സ്പെഷ്യലി ചായ. പിന്നെ കേൾക്കാത്ത ഒരുപാട് ജാതി പേരുകളുണ്ട് ഇഷ്ടം പോലെ അല്ലെ? ദോശകളുടെ പേരുകൾ എല്ലാം ട്രൈ ചെയ്ത് എല്ലാ അഭിപ്രായങ്ങളും ഒന്നും പറയാനില്ല. സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണല്ലേ? ഇല്ല, ഞാൻ ഇവിടെ ആദ്യമായിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തത് ഫൈസൽ എന്ന ആളാണ്. ദോശ, ചായ, മസ്റ്റ് ട്രൈ ആയിട്ടുള്ളത് ഒന്ന് ചായ, പിന്നെ ഒരു ബോംബെ മസാല ദോശ, ബീഫ്, പിന്നെ ഈവനിങ് സ്നാക്സ്, പിന്നെ ബീഫ് മസാല. ടോട്ടലി അടിപൊളി അല്ലേ? അഫോർഡബിൾ പ്രൈസ് ആണ്. ആർക്കും നഷ്ടം വരാൻ സാധ്യല്ല. നമ്മള് പബ്ലിക്കുള്ള അഭിപ്രായം കിട്ടിയിരിക്കും. അതെ, ഒരാളും കൂടി കയറി കഴിഞ്ഞാല് എല്ലാം കൂടി കഴിച്ചിട്ട് പോവാ. സ്ഥിരം കസ്റ്റമറാണ്. വാല്യുബിൾ ഇതാണ് നമ്മൾ കിട്ടിയ കമന്റ് ഇട്ടാ. അടുത്ത നമുക്ക് കൂടെ ചോദിക്കാം. അതെ അതെ. അത് ടോട്ടലി എങ്ങനെയുണ്ട് നിങ്ങളെ റിവ്യൂ? എങ്ങനെയുണ്ട് ഭക്ഷണം? അതല്ലേ, കൊള്ളാം, മോശമില്ല. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണത് ബീഫ് കറി ദോശയാണ്. സ്പെഷ്യൽ ഐറ്റംസ് ആണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല, ഇപ്പൊ ആദ്യമായിട്ട് വാങ്ങുന്നത് ബീഫ് കറി ദോശ എന്ന് പറയുന്നത്. ഇപ്പൊ ഉണ്ടാക്കുന്നത് നമുക്ക് ടേസ്റ്റ് നോക്കാം. സംഭവം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. നന്നായിരിക്കും ബീഫ് കറി ദോശ. ഇത് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, എങ്കിലും കുഴപ്പമില്ല, നല്ല ദോശയാണ്. അപ്പൊ ഇവിടെ സ്ഥിരം കഴിക്കാൻ വരുന്ന വേറെ കസ്റ്റമർ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. മുപ്പര അഭിപ്രായം എന്തെങ്കിലും എങ്ങനെയുണ്ട് ഇവിടുത്തെ ദോശകളൊക്കെ? ഇവിടുത്തെ ദോശ ഒത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒത്തിരി തരം ദോശകളാണ്, പല തരം ദോശകളാണ്. കേൾക്കാത്ത പേരുകൾ വരെ ഇവിടെ ഉണ്ടല്ലേ? ഓരോ സ്പെഷ്യൽ പേരുകളാണ്. സ്പെഷ്യൽ ബനാന ദോശ, അതാരും കേൾക്കാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ആപ്പിൾ ദോശ, ബോംബെ ദോശ, ബോംബെ മസാല ഏറ്റവും ബെസ്റ്റ്. ബോംബെ മസാല ദോശയാണ് നമ്മൾ സ്ഥിരം കഴിക്കുന്നത്. അതെ. പിന്നെ സ്നാക്സിലുണ്ടെന്ന് പറഞ്ഞ കുറച്ച് ഐറ്റംസ്. എങ്ങനെയുണ്ട് സ്നാക്സ് ഒക്കെ? സ്നാക്സ് ഐറ്റംസ് ഇവിടെ ഇപ്പം കുറച്ചുകൂടി കൂടി വരുന്നുണ്ട്. നേരത്തെ കുറച്ച് കുറവായിരുന്നു, പക്ഷെ ഇപ്പൊ അവര് കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള മുതല് നമുക്ക് കിട്ടുന്നുണ്ട്. എത്ര റേറ്റ് പറയാൻ പറ്റും ഏകദേശം?
ഔട്ട് ഓഫ് 10 ഔട്ട് ഓഫ് 10 ഷുവർ ആയിട്ട് 9.5 വരെ കൊടുക്കും. പറയാൻ കൊടുക്കും അല്ലേ? അത് നമുക്ക് നഷ്ടം വരുന്നില്ല. ഇവിടെ സ്പേസിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ സ്പേസ് കൂടെ വന്നു കഴിഞ്ഞാൽ തിരക്കാണ്. കുറച്ചു നേരത്തെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ അല്ലേ, ബാക്കിയൊക്കെ ഓക്കെ. പിന്നെ ചായ ഒരു സ്പെഷ്യൽ കറക്റ്റ് ചായ ചായ എങ്ങനെ ഉണ്ട്? സൂപ്പർ ചായ, നാരങ്ങ ജ്യൂസ് അതെല്ലാം ഉണ്ട്. നാരങ്ങ സോഡ, നിറഞ്ഞ സോഡ വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ ഫാമിലി ആയിട്ട് വരാറുണ്ടല്ലേ? പക്ഷെ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് ആ ഒരു വിഷയമുള്ളൂ. സംഭവം വീക്കെൻഡിലൊക്കെ വരാണ്ട്. അതെ അതെ, ഇവിടുത്തെ ദോശകളിലൊക്കെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ പേരുകൾ തന്നെ വെറൈറ്റി പേരുകളാണ് ദോശക്കല്ലേ. അത് കാണുമ്പോ തന്നെ ഒരു കഴിക്കാനുള്ള ഒരു മൂഡ് വരുന്നുണ്ട് പേരുകൾ കേൾക്കുമ്പോ തന്നെ. എന്തായാലും നന്നായിട്ടുണ്ടല്ലേ? താങ്ക് യു. പറഞ്ഞു നമ്മളെ ആളെക്കാളും വലിയ ദോശ പേപ്പർ റോസ്റ്റ്. ഇത് സാധനം നമ്മളെ എന്നെക്കാളും വലുതാന്ന് കണ്ടിട്ടില്ലേ? നമുക്ക് ഇടുന്നു, നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ കഴിച്ചിട്ട് കാണിച്ചെടുക്കും, കഴിച്ചു നോക്കി കണ്ടു നോക്കാം, റിവ്യൂ അറിയിക്കാം. നെയ് റോസ്റ്റഡ് Super. It's tasty. പൂരങ്ങൾ നാട്ടിൽ നിന്നും ഇവിടെ പൊടിപൂരം നടത്തുന്ന ദോശ ഷാപ്പിലാണ് നമ്മൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നത്. ദോശ സ്പെഷ്യൽ ദോശ അത് കാണാം. കഴിച്ചോളി, സൂപ്പറാണ്, മുതലായിക്കോളൂ കേട്ടോ. നാടൻ ദോശകളൊക്കെ, നാടൻ ദോശ കൊണ്ട് വെറൈറ്റി ഇന്റർനാഷണൽ ദോശ ഇവിടെ ഉണ്ട്. ഈ കണ്ട ദോശകളൊക്കെ ഉണ്ടാക്കണ ദോശ മാസ്റ്ററാണ് നിൽക്കുന്നത്. നമ്മൾ തമിഴ്നാട്ട് എവിടെ സ്വദേശം? തമിഴ്നാട്ടിലാണ് നാഗപ്പെട്ടി. വേളാങ്കണ്ണി പക്കത്തിലുള്ള നാഗപ്പെട്ടിലുള്ള ഷാവുല്ല മീതാണ് മൂപ്പരാണ് ഇവിടുത്തെ ഈ ദോശന്റെ മാസ്റ്റർ ഇട്ടാ. ഇവര് സംസാരിക്കാൻ പറഞ്ഞത് കൂട്ടാക്കല്ല, ഇവർക്ക് നാണം വരുന്ന പറഞ്ഞ. വേറെ ഐറ്റംസ് ഇവിടെ ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. നെല്ലിക്ക കാന്താരി സർബത്ത് എന്ന് പറഞ്ഞത് കുടിച്ചു നോക്കിയല്ലേ? നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ചങ്ക് കയറി പൊളിക്കുന്ന നെല്ലിക്ക കാന്താരി സോഡ സ്പെഷ്യൽ ഇപ്പൊ ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് നോക്കാം, നല്ല എരിവുള്ളതെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല എരിവുണ്ട്, സൂപ്പർ നെല്ലിക്കേന്റെ പിന്നെ സത്തും പിന്നെ കാന്താരിന്റെ സത്തൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള നാരങ്ങ ഇട്ടിട്ടുള്ള സൂപ്പർ സാധനം. നല്ല എരിവുണ്ട്, സ്പൈസിയാണ്, സൂപ്പർ സാധനം. സോഡ ഐസൊക്കെ ഇല്ലെങ്കിൽ കുറച്ചുകൂടി ചില്ലാവും. സംഭവം സൂപ്പറാണ്. ഐസ് ഇപ്പൊ തൊണ്ടക്ക് പ്രശ്നമില്ലാത്തതാണ് ഐസ് ഇടാത്തത്. സംഭവം കുടിച്ചു നോക്കണം കേട്ടോ എല്ലാവരും. അപ്പൊ ഉസ്താദ് ദോശ ഹബിന്റെ ലൊക്കേഷൻ വരുന്നത് ദമാം ബദർ അൽ റബിയ ഹോസ്പിറ്റലിന് അടുത്ത് തന്നെയുള്ള പ്രിൻസ് മുഹമ്മദ് റോഡിലാണ്.